എടി അത് ഇവളേതോ രാഷ്ട്രീയക്കാരോടൊക്കെ എന്തോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ പേര് ക്ലീറ്റ് തന്നെ വേണ്ട ചീത്ത. ഞാൻ എന്ത് ചെയ്തിട്ടാ? അതാ ഓമനയുടെ മക്കളൊക്കെ എന്താണ്ട് തമ്പിച്ചേട്ടനെ അന്വേഷിച്ചുന്നാ തല്ലൂന്നാ പിടിക്കൂന്നൊക്കെ പറയണ കേൾക്കണ വെച്ചാൽ എന്താവുന്നൊന്നും അറിയാൻ പാടില്ല. ഇത് ഇത്രയും വലിയ കുഴപ്പമാവുമെന്ന് ആരറിഞ്ഞ്? ഏറ്റവും വലിയ കഷ്ടം നീ ഇവിടെ ഇല്ലാതെ പോയതുകൊണ്ടാ. അതുകൊണ്ട് ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ലടി. കൊച്ചേ ഒരു മിനിറ്റ് ഡി ഇതേടി ആ ശാന്തേച്ചി വിളിക്കണ്ടി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ശരി ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയാം. ഹലോ. ചേച്ചി. കമ്മലോ? എടാ അവിടെ അതിന്റെ ഇടയിൽ നോക്കണം. ഇവിടെയൊന്നുമില്ല, ആരോ എടുത്തതാണ്. ഇവിടെ തന്നെയാണോ ചേച്ചി പോയത്? എടാ ഇവിടെ വെച്ചായിരുന്നോടാ മീറ്റിംഗ്. അവളെന്ത്? അവൾ അവരുടെ കടക്കലത്തെ ശിവാനന്ദ മാമൻ ഇലക്കുഞ്ഞമ്മയൊക്കെ വന്നപ്പോൾ അവരോട് കുറച്ചേരം ഇരുന്നിട്ട് വരാം. വൈകുന്നേരം വല്ലതും പോയി വിളിക്കണം. അവരുടെ കമ്മല് കാണാനില്ല. കമ്മൽ? അതെങ്ങനെ? ഇവിടെ മീറ്റിംഗിലുണ്ടായിരുന്നു. എന്തിനീ എന്നിട്ട് ഈ പറന്ന് എന്നോട് പറഞ്ഞ ഞാൻ എന്ത് പറയാനാ? ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ എവിടെയോ കിടന്ന് തമ്മയുടെ പറമ്പിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ അതിൻ്റെ ഇടയിൽ ചാടി വീഴുന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞ്? അങ്ങോട്ടുടെ സ്വഭാവം അറിയാമല്ലോ. വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ തെറ്റ് മുഴുവൻ എനിക്ക്. അത് കൊള്ളാമല്ലോ. നന്നായി. എന്നിട്ട് എന്താ ഇവിടെ കിടന്ന് കുറെ എന്തൊക്കെ എന്നെയും ചീത്ത വിളിച്ചിട്ട് പോയി. ഇത് ആ മനുഷ്യൻ ഇനിയിപ്പോൾ ഇന്നലെ എന്തോ അവരെന്തോ പിടിച്ച് ഇടിച്ചെന്നാ കുത്തിന്നാ ഭിത്തിയിൽ ചേർത്തെന്നൊക്കെ പറയുന്ന കേട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ആ പെണ്ണിൻ്റെ കമ്മൽ പോയി എന്ന് പറഞ്ഞത്. നന്നായി പോയുള്ളൂ കമ്മൽ പോയെങ്കിൽ. മുക്കാപ്പാവൻ വരുമെന്ന് പറഞ്ഞു. നല്ല പൈസയാവും. അവരെന്തായാലും അമ്മേനെ സംശയിക്കത്തുള്ളൂ അല്ലേ? വീടാ എന്നെ സംശയിക്കുന്നത്. എന്നെ എന്തിനാ സംശയിക്കുന്നത്? ഞാൻ അവരുടെ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഞാൻ എൻ്റെ പെരക്കകത്തിരിക്കുന്നത്, എൻ്റെ പെരക്കകത്ത്. ആർക്കറിയാം, അവർക്ക് ഉറപ്പൊന്നുമില്ല. എന്നിട്ട് ഇവള് എന്നെ ഇവിടെ വന്നല്ലോ. എന്നെ ഇനി പറയാനൊന്നുമില്ല. എന്നെയും ക്ലീറ്റോനെ നിന്നെയും പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി അവരുടെ വീട്ടിൽ ചെന്ന് ഇത് സർവത്ര ലോകത്ത് മുഴുവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത് അവളുടെ കാലിൽ കമ്മലില്ലാന്ന്. എന്നിട്ട് രാത്രി ഇവിടെ വന്നു. എൻ്റെ സ്വഭാവത്തിന് ലൈറ്റ് പോലും ഇട്ട് കൊടുക്കണ്ടാത്തതാ ഞാൻ. എൻ്റെ കമ്മലുണ്ട്. എനിക്ക് എൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ അറിയാം. അല്ലാതെ ഞാൻ ഇങ്ങനെ ആൾക്കാരെ ചീത്ത വിളിച്ച് തെറി വിളിച്ച് നടക്കല്ല. നാണക്കേടായെന്നുള്ളതാണ് സത്യം. ഇനി അറിയാൻ ആരുമില്ല. ഇതെന്താ സംഭവം എന്നറിയാമോ? എന്നെയും ലില്ലീനെയും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം. അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല. അവക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൊരുതുന്നത്. പൊരുതുന്നുണ്ട്. അല്ല, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നീ ഒന്ന് പറഞ്ഞ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരാൾ വന്ന് ചീത്ത വിളിച്ച് നമ്മൾ അങ്ങനെ പുറത്തെ അടിക്കാൻ അങ്ങനെ നോക്കിയിരിക്കേണ്ട സ്വഭാവം അവൾക്ക് എന്താ വിചാരം എന്നറിയാമോ? അവളുടെ കൂടെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അതിലും വലിയ രാഷ്ട്രീയക്കാരൻ ഇവിടെ ഉണ്ട്, അതിലും വലിയൊരു പോലീസുകാരൻ ഇവിടെ ഉണ്ട്. നീ ഉള്ളതില്ലാത്തത് കണക്കാണത്, വേറെ കാര്യം. അതൊക്കെ പോട്ടെ. നമ്മുടെ കുടുംബം എന്താ? നമ്മുടെ അച്ഛനാരാ? നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല.
പക്ഷേ ശത്രുക്കളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളതാണ് നമ്മുടെ പൂർവ്വകാലത്തുള്ള ആൾക്കാരൊക്കെ. ആ പാരമ്പര്യം എനിക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാനങ്ങ് ധരിച്ചോളാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബ മഹിമയെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് കേട്ടോണ്ട് വരാം. എന്ത് രാവിലെ എഴുന്നേറ്റത്? ആ അല്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണല്ല. അങ്കിളെ അവരെന്നെ പിടിച്ചിട്ട് അടിക്കൂ. ഇന്നലെ ഞാൻ രാത്രി വരാന്തയിലിരുന്ന് മൊബൈൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ അവര് വന്നപ്പോ ഞാൻ വിചാരിച്ചു അവരെന്നെ പണിയാൻ വന്നാണെന്ന്. അവര് കമ്മലപ്പം വന്നതാ. ഭാഗ്യം. അങ്ങനെയൊന്നും പേടിക്കാൻ വേണ്ട. ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല. ശരിക്കും എല്ലാത്തിൻ്റെയും കൂടെ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാ. അപ്പൊ നിന്റെ എന്ത് കാര്യത്തിനാണ് കൂടെ നിൽക്കാത്തത്? ഇപ്പൊ എന്തിനാ നിന്നത്? എന്നെ കുറ്റപ്പെടുത്താനല്ലേ നീ ഇപ്പൊ വന്നത്? അവനാണ് കൊടുക്കത്ത ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ കുടുംബശ്രീയുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മഹിമ വിളമ്പുന്നു, അത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എതിർത്ത് പറയണോ? നമ്മുടെ കുടുംബം മോശം എന്ന് പറയണോ, അല്ല കുടുംബശ്രീ മോശം എന്ന് പറയണോ? എന്താ എനിക്ക് ചിരി വന്നില്ല. എനിക്ക് നിന്റെ കരടി ചിരിയായത് ചിരി വന്നില്ല. അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും. ഉണ്ടാക്കാനായിട്ട് ആ സായദാസിന്റെ വീട്ടിലൊക്കെ വിളിച്ച് വെച്ചേക്കണം. എന്താ പ്രശ്നം? അവന്റെ ഭാര്യയ്ക്കും കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, അവരൊന്നും വഴക്കുണ്ടാക്കാത്ത ആൾക്കാരല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. സഹായദാസിന്റെ ഭാര്യനെയൊക്കെ. ഓ, സഹായദാസ് അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അമ്മയെ നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ 24 മണിക്കൂറും കേൾക്കുന്നില്ലേ? എനിക്ക് പിന്നെ അവളെ അറിഞ്ഞൂടല്ലോ മോനെ. അവനറിയാമല്ലോ. ചുമ്മാ മൈൻഡ് ചെയ്യാൻ പോയിട്ട്. നിന്റെ പെങ്ങൾ അതിനെല്ലാം കാരണക്കാരി. നീ നിന്റെ പെങ്ങള് എന്ന് വന്നോ അന്ന് മുതൽ എനിക്ക് അവസ്ഥയില്ല, തലവേദനയില്ല. എന്തിനാണ് അത് നോക്കിക്കുന്നത്? നീ നിന്റെ വീട്ടിൽ പോടാ. ഞാൻ ഇവിടുത്തെ അതിനെ വിളിക്കട്ടെ, അല്ല സാറിനെ വിളിക്കട്ടെ. നീ പോയേ അറിയിക്കോട്ടെ. കനക സാറേ, സാറേ വന്നോ സാറേ? ഈ കുടുംബത്തിന് വേണ്ടി ഇടപെട്ടതാ, അത് വലിയ പാരയായി. അല്ല, അളിയനെ ഇന്നലെ വലിയ ആക്രമിക്കായിരുന്നു. സാറിനറിയോ, നിരാലംബയും ദുർബലമായ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൂട്ടത്തോടിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കയറി ഇടപെട്ടു. ഒരു അയൽവക്കക്കാരനും സഹോദരനും നിലയിൽ മാത്രം. പക്ഷെ അതിപ്പോൾ വലിയ കുരിശായി സാറേ. അവരെന്നെ സ്റ്റേജിൽ കയറിയ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറയുന്നത്. സാറേ, അവരെന്നെ മെഡലി ഓഫ് ഫ്ലാട്ടൊക്കെ ഉണ്ടല്ലോ, ആ ഭിത്തിയിട്ട് 3 പ്രാവശ്യം വരച്ചു. അളിയ മിഡിൽ ബ്ലാങ്കറ്റ് ഇവിടെ എനിക്കറിയാം. എന്റെ പെടലേറുമ്പോ അടിച്ചൊടിച്ചു സാറേ. അയ്യോ എന്റെ പൊന്നു സാറ്. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് തിരിച്ചു തന്നെ അറിയാൻ പറഞ്ഞിട്ടല്ല. യഥാർത്ഥ കലാകാരൻ ഒരു അക്രമകാരി ആകരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 100 ഇറങ്ങി ഓടിയത്. അല്ലെങ്കിൽ എന്നെ കൊന്നുകള ഞാൻ. എന്റെ പൊന്നു സാറ്, സാറ് പറ. ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. അടി വാക്കില്ലാതെ എവിടെ കിട്ടി അതിന്റെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ച മലയാള നാടകവേദിക്ക് അതൊരു തീര നഷ്ടമായിരിക്കും. ഒരു വലിയ തീര നഷ്ടവും. ഓർത്തോ? അരങ്ങ് സാറേ, ഈ ഇരിക്കുന്ന സ്വർണവും തങ്കമൊക്കെ അത്ര മോശം ടീമൊന്നുമല്ല. ഈ നീളവാ നാക്കിന് എന്നാ ഒച്ചപ്പാടായിരുന്നല്ലോ. ചെവി കേൾക്കാൻ മേലാത്ത ഞാൻ പോലും ഞെട്ടിപ്പോയി. അത്ര ഹൗണ്ട. എന്നെ രക്ഷിക്കുമല്ലോ അല്ലേ? രക്ഷിക്കും. പാവോ സാറേ, എന്നെ രക്ഷിക്കണം. അതിന്റെ തന്നെ. അല്ല, ഈ അവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോയി എന്നെ കയറ്റൂല. അളിയെ അങ്ങോട്ടോടെ പോവാ. പാവം അമ്പയെങ്കിലും വിട്ടു. പിന്നെ അപ്പൊ യുദ്ധം തന്നെ ആയിരുന്നല്ലേ? ചെറുതായി കമ്മല് പോയതൊരു വഴിത്തിരിവ്. കഷ്ടം. എനിക്ക് കുറച്ച് വേണം. എന്നാലേ ഇവിടുത്തെ ആൾക്കാർ ഇത്രയും ടെററാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഇതൊക്കെ എന്തോ നിനിയല്ലേ? ഇതിലൊന്നൊന്നുമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എനിക്ക് ഓടാനൊന്നും അറിയില്ല. ദേശത്തെ വഴിയൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. ഈ മുടി മാത്രമേ ഉള്ളൂ, ഒരു ധൈര്യവും ഇല്ല. ഒന്ന് ബോഡി അവിടെ അത് കളം വേറെ, ഇവിടെ കളം വേറെ. ഞാൻ ഇവിടെ പഠിച്ചു വരണേ ഉള്ളൂ. ഈ വീട്ടിൽ വന്ന് ഇതിന്റെ പേരിൽ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ഈ വീട്ടില് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്
ഇവിടെ ഈ വാത്താളങ്ങൾ മാത്രമേ ഉള്ളൂ, വാ കൊണ്ടുള്ള ഫൈറ്റ് മാത്രമേ ഉള്ളൂ, അല്ല ആരും ശാരീരിക ഉപദ്രവമൊന്നും ചെയ്യില്ല. അപ്പൊ ആ നാടകങ്ങളിൽ നല്ല തല്ല് കിട്ടിയതാ. അതങ്ങ് ഒരിട കയ്യിലിരിപ്പിന് അവരെ നോക്കിയിട്ട് തല്ലും പിടിക്കും കൊല്ലും എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ട്, അപ്പൊ കിട്ടും. ഓ എന്റെ പൊന്നമ്മ, അങ്കിളിന് ഇത് കേക്കണം. അമ്മയുടെ സഹായത്തിന് എന്നെ അങ്കിള് വന്നത്. ഹലോ, എന്നെ സഹായത്തിന് ആരും വരണ്ട, എന്നെ സഹായിക്കാൻ എനിക്കറിയാം. ഓ കേട്ടാ, പുള്ളി ഇടക്കിടക്ക് ഇങ്ങനെ കാക്കിക്കൊണ്ട് നിൽക്കണല്ലേ, മറിഞ്ഞ് സ്വന്തമായിട്ട് വീണിട്ടുണ്ടാവും. ആ പെണ്ണുങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. ഞാനിതിന് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം മുതൽ നിനക്കല്ലേ കിട്ടിയത്. ആ വീറും ഭാഷയൊക്കെ ചെല്ലേ ചോറുണ്ടോക്കളെ. എടി തങ്കം, എന്റെ കമ്മൽ എവിടെയടി? ഞാൻ വിഴുങ്ങി പോയെടുത്ത് കളഞ്ഞെടുത്ത് പോയി നോക്ക്. എടി നീ ഒരുമാതിരി കളിക്കല്ലേ, നീ അല്ലെങ്കിൽ അങ്ങനെ തന്നെ. എടി എന്റെ കമ്മൽ താടി 10-30,000 രൂപ മുതലാണ്. നിന്നോട് ഞാൻ പറഞ്ഞു പോയെടുത്ത് പോയി നോക്കാം. ഞാൻ ഈ 30,000 രൂപ മുതലാണെങ്കിൽ ഞാൻ തലയും കുത്തി. എടി അത് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിന്റെ കയ്യിൽ കിട്ടിയത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ, നീ കണ്ട എന്റെ കയ്യിൽ കിട്ടിയത്? നീ കണ്ട എന്റെ കയ്യിൽ? മര്യാദ എന്റെ കമ്മൽ താടി. ആ മനസ്സില്ല തരാൻ. എന്ത് പാട് സാറേ, നോക്ക് സാറേ, എന്റെ കമ്മൽ തരാൻ പറ സാറേ. കമ്മൽ എന്റെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യും നീ? അങ്ങനെയാണെങ്കിലേ നിന്നെ ഞാൻ സെൻട്രൽ ജയിലിൽ കയറ്റൂടി. നടപടിയില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ. സാറൊന്ന് ചുമ്മാ ഇല്ലേ സാറേ? സാറിന്റെ ഒറ്റ ബലത്തിൽ എവിടെ ഇവിടെ കിടന്ന് നിന്നെ കളിക്കണത്? എടി നീ, ഞാൻ ഒറ്റ കാര്യം പറയണേ, സാറിനെ കളി വലിയ സാറന്മാർ ഞങ്ങളെ കയ്യിലുണ്ട്. നീ മര്യാദക്ക് എന്റെ കമ്മൽ തന്നോ, അല്ലെങ്കിൽ സ്വഭാവം മാറി. നീ ഒന്ന് സ്വഭാവം മാറ്റി കാണിച്ചു തന്നു. സാറേ, ഇവര് കമ്മലെടുത്തെന്നാണ് സാറേ ഞങ്ങൾ ഞാൻ കമ്മലെടുക്കുന്നത്. ഇവരൊക്കെ കണ്ടിട്ടുണ്ട് ഇവളൊക്കെ കയ്യിൽ കമ്മലുള്ളത്. ഞാൻ ചോദിക്കുന്നത് കമ്മൽ ഇവിടെയാണോ കളഞ്ഞ ഉറപ്പുണ്ടോ? അങ്ങനെയാണെന്നാണ് സാറേ എന്റെ വിശ്വാസം. കമ്മൽ ഇവിടെ ഉണ്ട്. കണ്ട വിശ്വാസമല്ലേ, അത് അങ്ങനെ അല്ലല്ലോ. അതാണോ അല്ലെന്ന് കണ്ടുപിടിക്കണ്ടേ? നീ നോക്കിക്കോടി, മര്യാദക്ക് എന്റെ കമ്മൽ തന്നില്ലെങ്കിലേ നിന്നെ ഞാൻ ജയിലിൽ കയറ്റും. പോലീസ് പട്ടി ഇവിടെ വന്ന് മണപ്പിക്കുമ്പോ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നല്ലോണം അങ്ങ് മണക്കട്ടെ പോലീസ് പട്ടി. ദൈവമേ, എവള് ഒരു കാലത്ത് ഗുണം പിടിക്കല്ലേ. എന്റെ കമ്മൽ മോഷ്ടിച്ചിട്ട് വന്ന് നിക്കണേ. പൊടിയോടൊന്ന് കിട്ടൂലടി നിന്റെ കമ്മല്. അത് ചുമ്മാ ഇരിക്കാൻ. ഇനി കമ്മല് തിരക്കി എന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിലായിരിക്കും. കൊണ്ടു എവിടെ പോയോ എന്തോ ചേച്ചി. തൊഴിലുറപ്പിനും പോയി ചിട്ടിയും പിടിച്ച് ഉണ്ടാക്കിയ മുതലാണ്. അതുകൊണ്ട് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അങ്ങനെ എന്നെ കൊന്നുകളയും. അതെ, അയാൾക്ക് അത് കിട്ടിക്കാണതെന്ന് തോന്നുന്നില്ല. ആർക്കറിയാം, അതാണെങ്കിൽ വഴക്കുണ്ടാക്കിയപ്പോ അവിടെയാണോ പോയതെന്ന് എനിക്കും അറിഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, എവിടെ പോയോ എന്തോ കൊച്ചേ. മുക്കാപ്പവന്റെ മുതലാ. ജാൻസി റാണിമാരെല്ലാരും ഉണ്ടല്ലോ, കമ്മൽ തപ്പി നടക്കുമായിരിക്കും അല്ലേ? കമ്മലേ എനിക്ക് കിട്ടി. ഞാൻ വെള്ളം അടിച്ച കൂട്ടത്തിൽ ഇതിലങ്ങ് വിഴുങ്ങി. പരട്ടത്തല്ലേ, നിങ്ങൾ ആളെ വിട്ട് തല്ലിക്കല്ലേ ഇല്ലേ? ആ ഓരോ തല്ലും എൻ്റെ ദേഹത്ത് സ്മരണകളായി ഞാൻ കാത്തോളാം. ഒരു കലാകാരൻ ചിലപ്പോൾ കലാപകാരിയാവും, അല്ലെങ്കിൽ നസ്ലറ്റാവും, അല്ലെങ്കിൽ തീവ്രവാദിയാകും. ഞാനൊരു ഭ്രാന്തനാകും, ഭ്രാന്തൻ. അപ്പൊ ഇവനാണല്ലേ കമ്മലെടുത്തത്. നോക്കി പേടിപ്പിക്കുന്നു. എല്ലാം കൊലപാതകം അതും ഇതൊക്കെ അല്ലേ? കൊലപാതകം പിടിച്ചു പറ, കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടുപോക്കൽ, ഇതൊക്കെ തന്നെ പരിപാടി. ജോലി കൂടി. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് എനിക്ക് ഇച്ചിരി എടുത്തേട്ടം കൂടുതലല്ലെങ്കിൽ. ഇച്ചിരിയല്ല, എനക്കത് എടുത്തേട്ടം കൂടുതലല്ലേ? എന്ത് ഞാനാടാ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിനെ കുറച്ചു നേരം നമ്മൾ ആരുമായിട്ട് ഇടപെടാതെ കുറച്ചു നേരം ഉണ്ടായിരിക്കും, അപ്പം ശരിയാകുള്ളൂ. എന്നെ വല്ല ആശുപത്രിയിലും കാണിച്ചാലോ? അതിന് വേണ്ടിയൊന്നുമില്ല, നമ്മൾ സ്വയം നിയന്ത്രിക്കാന്നുള്ള പരിവേ ഉള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഉണ്ടെന്ന്. ഒരു ഗുരുവില്ല, അത് ഈ ആവശ്യമില്ലാതെ. ശരിക്കും നിന്നെ കണ്ട് പഠിക്കണം ഞാൻ. അതൊന്നും പറ്റൂല, എനിക്ക് ഒന്നിനും പറ്റൂല. അമ്മയുടെ സ്വഭാവമായിട്ട് എനിക്ക് അച്ഛൻ്റെ സ്വഭാവം കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ.
നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റാത്തതാണ് പ്രശ്നം. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതായിട്ട് നമ്മൾ ഓക്കെ ആയി. ശരിക്കും നീ എങ്ങനെ ഇതൊക്കെ ചെയ്യണേ? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ കനക, നിനക്കിപ്പോൾ ആരോടെങ്കിലും ദേഷ്യം തോന്നിയെന്ന് വെച്ചോ ഉള്ളില്, ആരോടെങ്കിലും ദേഷ്യമല്ല, ഇപ്പം നീ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് നിന്നെയും നിൻ്റെ അമ്മേനെയും അച്ഛനെയും കുടുംബത്തിനെയും ഭാര്യേനെയും ഒക്കെ ചീത്ത വിളിച്ചാൽ നീ എന്ത് ചെയ്യും? രണ്ട് തരത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇനി പഠിക്കാൻ വേണ്ടിയിട്ടാ. നമ്മളിപ്പോൾ ചെറിയ മനസ്സൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെയാണ് നമ്മൾ അവർക്ക് ദേഷ്യം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അവര് സങ്കടം വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ. വലുതായി കഴിയുമ്പോൾ പക്വതയൊക്കെ ആവൂലേ, പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പോകൂല. എന്നാലും ഒരാളിങ്ങനെ മുമ്പിൽ നിന്ന് നമ്മളിങ്ങനെ ചീത്ത വിളിക്കുകയാണ്, വഴക്കുണ്ടാക്കുക. ഒന്നേ ഒഴിഞ്ഞ് മാറി പോണം. പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ തിരിച്ചൊക്കെ പറയും ചിലപ്പോ. പിന്നെ ചിലർ ദേഹോദ്രവമൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. നീ എന്ത് ചെയ്യും? എനിക്ക് നിന്നെ പോലെ ആയാൽ മതി. എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനം. ഞാൻ കുടുംബമായിട്ട് നിൽക്കുന്ന ആളാണ്, അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി പ്രതികരിക്കാൻ പറ്റൂല. കുടുംബത്തിനെ ഓർക്കണോ? നമ്മളെ കുറിച്ച് ഓർക്കണം, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കണം, നമ്മുടെ പൊസിഷൻ. ഞാനൊരു പോലീസുകാരാണ്, എനിക്ക് ഒരു പബ്ലിക് എന്നോട് പ്രതികരിച്ച് അങ്ങനെ ഇടപെടാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയല്ലേ, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിവതും ഒഴിഞ്ഞു മാറി പോകണോടി. ഇപ്പോഴത്തെ കാലത്ത് ഒന്നിനും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ചില വൈകാരിക നിമിഷങ്ങളിൽ ചില എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോകും ചിലപ്പോൾ. അത് നമ്മളിപ്പോൾ ഉപദേശിക്കുന്നവർ തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ ഭയങ്കര ഉപദേശമായിരിക്കുമല്ലോ. പക്ഷെ അവരുടെ ഒരു സാഹചര്യം ചില കുഞ്ഞു തെറ്റൊക്കെ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? ക്ഷമ പറയും. ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ തെറ്റ് ആവർത്തിക്കായിരിക്കും. ഒരു തെറ്റ് ആർക്കും പറ്റും, പക്ഷെ തെറ്റ് ചെയ്താൽ അത് ആവർത്തിക്കായിരിക്കും. പിന്നെ മനഃപൂർവ്വമായിട്ട് ആരെയും ദ്രോഹിക്കാൻ. അപ്പൊ നമ്മളൊരാൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബത്തിനെ ഓർക്കണം, നമ്മളെ ഓർക്കണം. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം അത് ഓർക്കണം, മക്കളെ ഓർക്കണം. പറ്റിപ്പോയാൽ ഒരു സോറിയും പറയണം, അത്രയല്ലേ ഉള്ളൂ. തെറ്റ് പറ്റാതിരിക്കാൻ നോക്കണം, തെറ്റ് പറ്റിയ സോറി പറയണം, പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യണം. മനസ്സിലായി. ഇനി ഞാൻ അങ്ങനെ ചെയ്യാം. കാര്യം അല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അങ്ങനെയല്ല, നീ അങ്ങനെ വെറുതെ പഠിച്ചിട്ട് പോകണ്ട. കാര്യം പറയണം. എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഒന്നുമില്ല. എനിക്ക് നിന്നെ അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് കാണാൻ തോന്നി. മനസ്സിൽ ശരിക്കും അങ്ങനെ ഇപ്പൊ നിനക്കൊക്കെ ഒരു നാണക്കേടായല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായി. അപ്പൊ അത് തിരുത്താൻ വേണ്ടിട്ട് വന്നതാ. അല്ല, വഴക്കുണ്ടാക്കിയില്ലേ ഇവിടെ മറ്റേ ആ പെണ്ണുമായിട്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിന് ഞാനിങ്ങ് വന്നേ ഉള്ളു. എന്നിട്ട് എന്ത് ചെയ്യാനോ ഒന്നുമില്ല. പിന്നീടാ മറ്റേ കമ്മൽ ഒരുപാട് നോക്കണ്ട, അതൊരു സന്ദർഭമുണ്ട്. ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോ എടുത്തു. വലിയൊരു അടി ഉണ്ടാവാൻ പാടില്ലേ, ഇനി വേറൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാ അന്ന് ഒരു കാര്യമില്ലാതെ ഒരു വഴക്കിന് വന്നത്. ആ ദേഷ്യത്തിന് എടുത്തു വെച്ചതാ ഞാൻ. 2 ദിവസം കഴിയുമ്പോ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നതാ. എന്നാലും എന്റെ തങ്കം, നീ വെറുതെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. പോട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധാരണയായല്ലോ. അല്ല, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പം അതിൻ്റെതായ നിലയും വിലയും കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല വീട്ടിൽ നിന്ന് പല സ്വഭാവക്കാരാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമൊക്കെ വരും. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീരും, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ നോക്കണം നമ്മൾ. പോടി. ഇപ്പൊ മനസ്സിലായില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ബോമനക്ക് ഒരു ചായ കൂടെ. അയ്യോ ഇല്ല സാർ, ഞാൻ ഇറങ്ങട്ടെ. ഇത് വീട്ടിൽ ചെന്നൊന്ന് പറയട്ടെ ഇത് കിട്ടിയെന്ന്. ഞാൻ ഇറങ്ങും. ശരി. സാറേ രക്ഷിക്കണം സാറേ. എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കാ സാറേ. എന്തിനാ? ഞാൻ ഈ പെണ്ണുമ്പളുടെ മോതിരം വിഴുകിന്ന് പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു. എനിക്ക് സാറേ അതല്ല, അടിച്ച് ഫിറ്റായിട്ട് ഈ ചേച്ചിയുടെ കമ്മലെടുത്ത് വിഴുങ്ങിന്ന് പറഞ്ഞിരുന്നു. മോതിരമല്ലേ, കമ്മല് ആണോ? അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അയ്യോ സാറേ രക്ഷിക്കണം. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. ഇവിടെ സ്റ്റേഷനിൽ വിളിച്ചെങ്കിൽ പോലീസ് നായ വരും, മണപ്പിക്കും, പിടിക്കും, കടിക്കും. അയ്യോ സാറേ രക്ഷിക്കണം. അഥവാ പോലീസ് വിളിച്ചാൽ സാർ ആ ഭാഗത്തൊന്നും വരല്ലേ. പരിചയമുള്ള പോലീസുകാർ കൂടുതലിടിക്കുമല്ലോ, അതുകൊണ്ടാ. എന്നെ പിടിച്ചോണ്ട് പറഞ്ഞില്ല.